മുംബൈ തീവണ്ടി ആക്രമണ കേസിലെ പ്രതികളെയൊക്കെ വെറുതെ വിട്ട നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്താണ് സുപ്രീം കോടതി ഇതിൽ നിരീക്ഷിച്ച കാര്യങ്ങൾ? അതായത് ഇത് 2006 ജൂലൈ 11 നടന്ന ഒരു സ്ഫോടന പരമ്പരയാണ്. മുംബൈ സബർബൻ ട്രെയിൻ, അതായത് ലോക്കൽ ട്രെയിൻ എന്ന് പറയും. അതിൽ നടന്ന സ്ഫോടന പരമ്പരയിൽ 189 പേരാണ് കൊല്ലപ്പെട്ടത്. അത് മാത്രമല്ല, ഈ 824 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവർക്ക് പലരുടെയും നില ഗുരുതരാവസ്ഥയിലുള്ള പരിക്കുകളുമായിരുന്നു. ഇതൊരു ഭീകരാക്രമണമാണ്. ലഷ്കർ ഇ തോയ്ബയുടെ ഒരു പോഷക സംഘടന നടത്തിയ ഒരു ഭീകരാക്രമണമാണ്. അവരാണ് ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 350ഓളം പേരെ അറസ്റ്റ് ചെയ്തതിൽ 13 പേരെയാണ് കുറ്റക്കാരായിട്ട് കണ്ടെത്തിയത്. ഈ 13 പേരിൽ ഏതാണ്ട് 5 പേർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. അതായത് ഇത് സംബന്ധിച്ചൊരു പ്രത്യേക കോടതി രൂപീകരിക്കുകയും അത് പ്രകാരം ഉള്ള വധശിക്ഷയാണ് പ്രഖ്യാപിച്ചിരുന്നത്. ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തം കഠിന തടവുമാണ് ശിക്ഷ വിധിച്ചിരുന്നത്. ഇപ്പോൾ മുംബൈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചു. എന്നിട്ട് തെളിവുകൾ അപര്യാപ്തമാണ്, അല്ലെങ്കിൽ ഈ സംശയാതീതമായി കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു തുടങ്ങിയ കാരണങ്ങൾ നിരത്തിയാണ് ഈ ഇത്രയും പേരെ കുറ്റവിമുക്തരാക്കിയത്. പക്ഷേ ഇവിടെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. 2006 നടന്ന സംഭവത്തിന് ഇപ്പോൾ ഏതാണ്ട് 19 വർഷം പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ അവർ തടവ് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ഇവർ അവരുടെ ശിക്ഷ പൂർത്തിയാക്കി. അപ്പോൾ ഇനിയും ഒരു കുറ്റക്കാരായിട്ട് കണ്ടെത്തി ഇപ്പോൾ വധശിക്ഷ വിധിക്കുന്നത് മാറ്റി നിർത്താം. ജീവപര്യന്തം തടവ് അവർ ആ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇവരെ കുറ്റവിമുക്തരാക്കിയ നടപടിയെ ചോദ്യം ചെയ്ത് മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പോൾ സുപ്രീം കോടതി ഈ കേസിൽ, അതായത് ഇനി തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് അതങ്ങനെയാണ്, കീഴ്വഴക്കം അതാണ്. ഒരു കീഴ്ക്കോടതി വിധിയിൽ തുടർ നടപടി ഉണ്ടാകുമെങ്കിൽ അത് ആ വിധി സ്റ്റേ ചെയ്തുകൊണ്ടായിരിക്കും സുപ്രീം കോടതി അതിൽ ഉത്തരവ് പുറപ്പെടുവിക്കുക. അതായത് ആ ഉത്തരവ് അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ ഇനി സുപ്രീം കോടതി ഇതിൽ വീണ്ടും അവിടെ വിചാരണ നടപടികൾ പൂർത്തിയായതിനു ശേഷം, അല്ലെങ്കിൽ കേസിൻ്റെ ഇനി വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അതിൽ അവരുടെ അഭിപ്രായം, സുപ്രീം കോടതിയുടെ അഭിപ്രായം അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കുകയുള്ളൂ. പക്ഷേ സുപ്രധാനമായ ഒരു സംഗതി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കുറ്റവിമുക്തരാക്കിയവരെ ഇത് സ്റ്റേ ചെയ്തതിൻ്റെ പേരിൽ വീണ്ടും അറസ്റ്റ് ചെയ്യേണ്ടതില്ല. അവർ കുറ്റവിമുക്തരായെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ. ഈ സുപ്രീം കോടതിയിൽ ഈ കേസിൻ്റെ തുടർ നടപടികൾക്ക് ശേഷം തീരുമാനിക്കാം അവർ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളത്. പക്ഷേ ഇവിടെ ഗുരുതരമായ സംഗതിയുണ്ട്. അതായത് ഇതൊരു കീഴ്വഴക്കമാകാൻ സാധ്യതയുണ്ട്. അതായത് ഭീകരവാദ കേസിൽ അതിൽ പ്രോസിക്യൂഷൻ്റെ വീഴ്ച കണ്ടെത്തി ഈ 12 പേരെയും കുറ്റവിമുക്തരാക്കി എന്നുള്ളത് അസാധാരണ സംഗതിയാണ്. അവിടെ ഈ അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്തരമൊരു സംഗതിയിൽ ഇത്തരത്തിൽ ഒരു വിധി വരുന്നത് ഒരിക്കലും രാജ്യസുരക്ഷയ്ക്ക് ഗുണകരമല്ല. കാരണം ഇത് ഭീകരവാദ ആക്രമണമാണ്. അപ്പോൾ നിരവധി വിഘടനവാദി സംഘടനകൾ ഈ കോടതി വിധിയെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് രംഗത്ത് വന്നിരുന്നു. അതായത് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രസക്തമായ സംഗതി, അതായത് നമ്മൾ സർക്കാർ ചുമത്തിയ പല ഭീകരവാദ കേസുകളും വാസ്തവത്തിൽ നിരപരാധികളെയാണ് ശിക്ഷിക്കപ്പെട്ടതെന്ന തരത്തിൽ ന്യായീകരണങ്ങൾ നിരവധി വന്നിരുന്നു. അല്ല, ഇതിൽ പിടിക്കപ്പെട്ടവരെല്ലാം മുസ്ലിങ്ങളാണോ? ഏറിയ പങ്കും. അതാണ് ഇന്ന് യൂട്യൂബിലൊരു തള്ള കിടന്ന് തിളയ്ക്കുന്നത് കണ്ടു. മുസ്ലിങ്ങളെ വെറുതെ പിടിച്ച് 32% മുസ്ലിങ്ങൾ വെറുതെ ജയിലുകളിൽ കിടക്കുന്നു. അത് മുസ്ലിം നാമധാരികളായതുകൊണ്ട് അവർ ഭീകരവാദികളാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവരെ ജയിലിലിടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൽ കുറേശ്ശെയൊക്കെ വാസ്തവം ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ വിഭാഗത്തിലെ ഒരു വിഭാഗം ആൾക്കാർ ചെയ്യുന്ന ഇത്തരം എന്താ പറയുക, നീതീകരിക്കാനാകാത്ത സംഗതികളുടെ പേരിൽ ആ സമൂഹത്തെ മുഴുവൻ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് അങ്ങനെ തള്ളിക്കളയാനൊക്കില്ല. പക്ഷേ അതിൻ്റെ വസ്തുത ഇതാണ്, അവരിൽ ഒരു വിഭാഗം ഭീകരവാദികൾ തന്നെയാണ് ഈ പറയുന്ന പോലത്തെ ഈ വിശുദ്ധ യുദ്ധം, ജിഹാദ് എന്ന സംഗതിയെ വിശുദ്ധ യുദ്ധം എന്നാണ് കാര്യം. അതായത് അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഏകദൈവ വിശ്വാസമാണ്. അപ്പം മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നവരൊക്കെ അവർ ഇല്ലാതാകേണ്ടവരാണ്. അല്ലെങ്കിൽ ഇവരുടെ ഇസ്ലാം മത വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നവരൊക്കെ ഇല്ലാണ്ടാകേണ്ടവരാണ്, അവരെ കൊല്ലേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ആശയത്തിനെതിരെ നയങ്ങൾ രൂപീകരിക്കുന്നവരെ ഇല്ലാണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പിന്തുടരുന്നവർ ചെയ്യുന്ന അക്രമപ്രവർത്തനങ്ങളുടെ പാപഭാരം വലിയൊരു വിഭാഗത്തിൻ്റെ മേൽ ചാർത്തപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുന്നത്.
അതിന് അവർ തന്നെ പരിഹാരം ഉണ്ടാകുക എന്നല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഇത്തരക്കാരെ തള്ളിപ്പറയാൻ ആ വലിയൊരു വിഭാഗം തയ്യാറാകുമ്പോൾ ഒരു പരിധിവരെ ആ പ്രശ്നത്തിന് പരിഹാരമാകും. ഇവിടെ ഈ കേസിൽ സംഭവിച്ചത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് വന്ന് ഗുരുതര വീഴ്ചയാണ്. കോടതി അത് അക്കമിട്ട് നിരത്തുന്നുണ്ട്. കാരണം ഈ സാക്ഷി മൊഴികൾ വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ്. കാരണം ഈ തിരിച്ചറിയൽ പരേഡ് നടത്തിയത് ഈ സംഭവം നടന്നിട്ട് 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചറിയൽ പരേഡ് നടന്നത്. അപ്പോൾ സ്വാഭാവികമായും സംശയം ഉണ്ടാകുമല്ലോ. അതായത് ഈ 3-4 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ പ്രതിയെ എങ്ങനെ തിരിച്ചറിഞ്ഞു? അത് കോടതിയിൽ ഡിബേറ്റ് ചെയ്യപ്പെട്ടു. ആ വാദം നിലനിന്നില്ല. പിന്നെ കോടതി കണ്ടെത്തിയത് ഈ പ്രതികളായി കിട്ടിയവരുടെ കുറ്റസമ്മത മൊഴികളേറെയും അവരെ വലിയ പീഡനങ്ങൾക്ക് ഇരയാക്കിയ ശേഷം അവരുടെ സമ്മതമില്ലാതെ എഴുതി വാങ്ങിയ, ബലപ്രയോഗത്തിലൂടെ എഴുതി വാങ്ങിയ കുറ്റസമ്മത മൊഴിയാണെന്നാണ് കോടതി കണ്ടെത്തിയത്. അതുകൊണ്ടും തീർന്നില്ല. ഈ തെളിവുകൾ RDX ആണ് ഉപയോഗിച്ചത്. RDXും അമോണിയം നൈട്രേറ്റുമാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചത്. അപ്പോൾ അതിനുശേഷം റെയ്ഡിൽ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. അപ്പോൾ ഈ സ്ഫോടക വസ്തുക്കൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണ്, ഈ തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ, അതല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ പ്രോസിക്യൂഷന് പറ്റിയില്ല. വീണ്ടും കുറേ സംഗതികളുണ്ട്. അതായത് ഒരു സാക്ഷി മൊഴി പറയാൻ, അതായത് ഈ പ്രോസിക്യൂഷന് വേണ്ടി സാക്ഷി പറയാൻ വന്ന ഒരു സാക്ഷി മറ്റൊരു സ്ഫോടന കേസിലെ പ്രതിയാണ്. അപ്പോൾ സാക്ഷിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ നിരവധി കാരണങ്ങൾ മുൻനിർത്തിയാണ് മുംബൈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് തള്ളിയത്. ഇത് ഈ സ്ഫോടനം നടത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലഷ്കർ-ഇ തോയ്ബ ആണ്. അതിൻ്റെ പോഷക സംഘടനയായ ലഷ്കർ-ഇ-കാഹിർ എന്ന് പറയുന്ന ഒരു പോഷക സംഘടനയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അപ്പോൾ അവർ തിരഞ്ഞെടുത്ത സമയമാണ് ഇതിൽ ഏറ്റവും പ്രസക്തം. ഈ മുംബൈ സബർബൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ട്രെയിനുകളാണ്. സാധാരണക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന, തിങ്ങി നിറഞ്ഞ, അതിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ഭയങ്കര തിക്കും തിരക്കും അനുഭവപ്പെടുന്ന ട്രെയിനാണ്. അതിൽ ഈ പറയുന്ന ജൂലൈ 11-ാം തീയതി വൈകിട്ട് ഏതാണ്ട് 6:24 മുതൽ 6:35 വരെയാണ് സ്ഫോടന പരമ്പരകൾ. അതായത് ഈ ട്രെയിനുകളിൽ പലയിടങ്ങളിലായിട്ടാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. 11 മിനിറ്റിൽ ആണ് 7 സ്ഫോടനങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ഇതിൽ പല ട്രെയിനുകളിലായി സ്ഫോടനങ്ങൾ. അതായത് ഈ സ്ഫോടനത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന പ്രഷർ കുക്കറിൻ്റെ അകത്താണ്. അപ്പോൾ പ്രഷർ കുക്കർ പൊട്ടിത്തെറിയുടെ കൂടെ പ്രഷർ കുക്കറും കൂടി പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെ തീവ്രത വർദ്ധിക്കും. അങ്ങനെ അത്തരത്തിൽ പ്രഷർ കുക്കറിൽ ഒളിപ്പിച്ച നിലയിലാണ് പൊട്ടാതെ അവശേഷിച്ച സ്ഫോടക വസ്തുക്കൾ അന്വേഷണ സംഘം കണ്ടെത്തിയത്. പക്ഷേ അത് കൃത്രിമമായി കെട്ടിച്ചമച്ച തെളിവാണ് എന്ന തരത്തിൽ വാദം വന്നപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ ഇവർക്ക് പറ്റിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു കമാൽ അൻസാരി എന്ന് പറയുന്ന ആളാണ് ഈ വിചാരണയിലിരിക്കെ 2021 കോവിഡ് ബാധിതനായി ജയിലിൽ മരിച്ചത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ ലഭ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പിന്നെ കേസ് നടത്തിയതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ, അതായത് ഇതിൽ ചില നിരപരാധികൾ പെട്ടിട്ടുണ്ടാകും, നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനൊക്കില്ല. പക്ഷേ അവരുടെ ഔദാര്യത്തിൽ ഇതിൽ ചില ക്രിമിനലുകളും അല്ലെങ്കിൽ കൊടും ഭീകരരും നിഷിദ്ധ പദവി കിട്ടിയെന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. കാര്യം പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് എന്തുകൊണ്ട് വീഴ്ച ഉണ്ടായി എന്നുള്ളത് പ്രത്യേകം അന്വേഷിക്കേണ്ടതാണ്. ഇത്തരം ഗുരുതരമായൊരു സംഗതി ഉണ്ടായി. അതായത് പണ്ട് കാലത്തൊന്നും അല്ല, 2006-ലാണ്, അധികം കാലമായിട്ടില്ല. അപ്പോൾ തെളിവുകൾ ശേഖരിക്കുന്നതിലും വലിയ പ്രശ്നമൊന്നുമല്ല. നമുക്ക് ഇപ്പോൾ പണ്ട്, അതായത് 10-15 ദശാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴാണ് അന്വേഷിക്കുന്നതെങ്കിൽ ചിലപ്പോൾ തെളിവുകൾ കണ്ടെത്താനൊക്കെ പ്രയാസമായിരിക്കും. ഇത് കൺമുമ്പിൽ നടന്നൊരു സംഗതി. അപ്പോൾ അതിൽ തെളിവ് ശേഖരിക്കുന്നതിലും കൃത്യമായി ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിലും പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നൊക്കെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതും ഈ വിഷയത്തിൽ അന്വേഷിക്കണം. കാരണം ഇതിൽ നിരപരാധികൾ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് ഒഴിവാകണമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവരുടെ ഔദാര്യത്തിൽ ക്രിമിനലുകൾ, അതായത് ഇതിൻ്റെ ആസൂത്രകരും പലരും വിശുദ്ധ പദവി തേടി അല്ലെങ്കിൽ വിശുദ്ധ പദവി കിട്ടി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരെ കൃത്യമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഏതായാലും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഉചിതമായൊരു തീരുമാനം എത്തും എന്ന് കരുതാം.